മന്ത്രിയുടെ മകനുള്ള എല്ലാ ഫെസിലിറ്റിയും തന്നു, ഒന്നും തന്നില്ല. മന്ത്രിയുടെ മകനായതുകൊണ്ട് ചിലർ നമ്മൾ ഉപദ്രവിച്ചു. ഞാൻ ചെല്ലുന്ന കാലത്ത് എനിക്കൊരു എയർ കണ്ടീഷൻ ചെയ്ത് മുറി തരത്തില്ല. ആ മഹാറാണി ഹോട്ടലിൽ മൂട്ട കഴിക്കുന്ന മുറിയിൽ ഈ അലക്കുന്ന കാരമുക്കി അലക്കും തുണി, അതിൻ്റെ അലർജി കൊണ്ട് പുറത്തൊക്കെ അടയാളം വന്നു. ഇപ്പോഴും അത് പോയിട്ടില്ല. ഒരു വലിയ ജന്മി തറവാട്ടിലാണ് ജനിക്കുന്നത്. അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട്. ആ തറവാടിൽ ജനിച്ചു വളർന്ന അവിടുത്തെ ഒരു മകൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് വന്നോ? അതായത് അല്ല, ഇമേജ് ഉണ്ടെങ്കിൽ ഞാൻ സത്യത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണ്. ഞാനൊരു 19 വയസ്സുള്ള സിനിമ അഭിനയിക്കാൻ പോയാണ്. ഇരകൾ എന്ന സിനിമയിൽ 19 വയസ്സാണ്. എനിക്ക് 19 വയസ്സാണ്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ ജീവിതം കൂടുതലും ഹോട്ടൽ മുറികളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഒക്കെ ആയിട്ട് ഞാൻ കഴിയുകയാണ്. അവിടെയെല്ലാം ഞാൻ കഴിഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടാണ്. ഞാൻ ചെല്ലുന്ന കാലത്ത് എനിക്കൊരു എയർ കണ്ടീഷൻ ചെയ്ത് മുറി തരത്തില്ല. ആ മഹാറാണി ഹോട്ടലിൽ മൂട്ട കഴിക്കുന്ന മുറിയിൽ ഈ അലക്കുന്ന കാരമുക്കി അലക്കും തുണി, അതിൻ്റെ അലർജി കൊണ്ട് പുറത്തൊക്കെ അടയാളം വന്നു. ഇപ്പോഴും അത് പോയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാനൊരു ദിവസം മന്ത്രിയുടെ മകനായിട്ട് സിനിമയിൽ പോയി. മന്ത്രിയുടെ മകനുള്ള എല്ലാ ഫെസിലിറ്റിയും തന്നു, ഒന്നും തന്നില്ല. മന്ത്രിയുടെ മകനായതുകൊണ്ട് ചിലർ നമ്മൾ ഉപദ്രവിച്ചു. നമ്മളെ നല്ലൊരു വീട്ടിൽ നിന്ന് വന്നവനായതുകൊണ്ട് മാക്സിമം ഡിഗ്രേഡ് ചെയ്യുക. സിനിമയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഋഷിരാജ് സിംഗ്, അദ്ദേഹം സിനിമയിൽ പലപ്പോഴും അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് സിനിമ. അപ്പോൾ അദ്ദേഹം സിനിമ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തെ വെറും സിനിമാ നടനായിട്ട് കണ്ടു കളയും. ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുന്ന പോലെ കാണും. അദ്ദേഹം DGP ആണെന്ന് ആലോചിക്കണം. ആ മര്യാദ കൊടുക്കില്ല. അത് സിനിമാക്കാരുടെ സ്വഭാവമാണ്. അവരാ മര്യാദ കൊടുക്കും. ആദ്യത്തെ 2 ദിവസം കൊടുക്കും, 3ാമത്തെ ദിവസം അവരങ്ങനെ കൈകാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല, ഒരു പരിഗണനയും കിട്ടിയില്ല. നമ്മളെ ഇട്ട് വിഷമിപ്പിക്കുകയും നമ്മളെ നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സഹിച്ച് അവിടെ നിന്നു. അപ്പോൾ പിന്നെ ജന്മിയുടെ മോനാണോ, കൊച്ചുമോനാണെന്നോ മന്ത്രിയുടെ മോനാണെന്നോ എന്നൊന്നുമില്ല. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ചെറുപ്പത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വലിയ ആരുടെയും മകനാണ്, ഞാൻ വലിയ ഒരു സംഭവം അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമാണ്. അച്ഛൻ മന്ത്രിയായാൽ അച്ഛൻ മന്ത്രിയാണ്, അച്ഛൻ ശക്തനാണെങ്കിൽ അച്ഛൻ ശക്തനാണ്, ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ മറ്റൊരു ഇൻഡിവിജ്വലാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അച്ഛൻ്റെയോ നമ്മുടെ ബന്ധുക്കളുടെയോ കെയറോഫിൽ ഷൈൻ ചെയ്യേണ്ട, അത് നമുക്കില്ല. നമ്മൾ ഈ സമൂഹത്തെ നമ്മൾ എന്ത് സൃഷ്ടിക്കുന്നു? എൻ്റെ അച്ഛൻ സൃഷ്ടിച്ച ഇമേജുകളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അദ്ദേഹത്തോടു കൂടി അവസാനിച്ചു. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അത് എന്നോടുകൂടി അവസാനിക്കും. അല്ല, ഒരിക്കലും ഇതിങ്ങനെ ക്യാരി ഓവർ ചെയ്ത് വരില്ല. ഒരു കലാപാരമ്പര്യമൊന്നുമില്ല KB ഗണേഷ് കുമാറിൻ്റെ കുടുംബം. എൻ്റെ അമ്മ നന്നായി അഭിനയിക്കുക. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വാസന വന്നത്. അമ്മ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അമ്മ 10-16 വയസ്സിൽ കല്യാണം കഴിച്ചാണ്. അമ്മ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. വിമൻസ് കോളേജിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു അമ്മ അത് പഠിക്കുന്ന കാലത്ത്. പിന്നീട് ചെപ്പാണെന്ന് തോന്നുന്നു. പിന്നെ വന്നത് 2-3 സിനിമകൾക്ക് ശേഷമാണ് ചെപ്പ് വരുന്നത്. 4 സിനിമകൾക്ക് ശേഷമാണ്. രണ്ടാമത്തെ പടം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടമാണ്, ഈ യുവജനോത്സവം എന്ന പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെപ്പ് വന്നു. ചെപ്പിൽ വില്ലൻ വേഷമാണ് അത് എന്നെ നിലനിർത്തിയ ഒരു സിനിമയാണ്. കാരണം മലയാള സിനിമയിൽ ഇത്രയും വർഷത്തിനിടയിൽ ഈ ഇരകളും ചെപ്പുമാണ് എന്നെ അന്നത്തെ കാലത്ത് നിലനിർത്തിയത്. ഈ 2 സിനിമകൾ എനിക്ക് അന്ന് നല്ല പേരുണ്ടാക്കി തന്നു. ഒരു നടൻ എന്നുള്ള നിലയിൽ പരിഗണിക്കാവുന്ന ഒരാളായി മാറി. ശരിക്കും സിനിമയിൽ അങ്ങനെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഗണേഷ് കുമാറിന്? ഒരുപാട്. പ്രിയദർശൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി കേട്ടോ. മാറിയിട്ട് പിന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും തരാം. നമ്മളെ സീനിയോറിറ്റി കൂടി, നമ്മുടെ വാല്യൂ ഒന്ന് കൂടി ഒരു നടൻ എന്നുള്ള നിലയിൽ. മറ്റേ ആദ്യം വരുന്ന സമയത്ത് ഏതോ ഒരു ചെറുക്കൻ ഒരു മന്ത്രിയുടെ മോനാണ് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്, അവനെ കൈകാര്യം ചെയ്തില്ല എന്ന് പല പ്രൊഡക്ഷൻ മാനേജർമാരും വിചാരിക്കും. നമ്മളെ ചിലർക്കൊരു വിചാരമുണ്ടല്ലോ, വലിയ മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഒന്ന് ഡീഗ്രേഡ് ചെയ്താൽ നമ്മളെ ഒപ്പം എത്തുന്നൊരു മണ്ടൻ ധാരണയുണ്ട്. അതൊരിക്കലും എത്തില്ല. വലിയ മനുഷ്യർ തന്നെയാണ്. ഓരോരുത്തർക്കും ഒരു പദവിയുണ്ട്. അത് അവരുടെ പദവി തന്നെയാണ്. അത് ആരെയും ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ മനുഷ്യനും അവൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവരെ ചെറുതാക്കാൻ നമുക്ക് പറ്റത്തില്ല. ചില മണ്ടന്മാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവരെ ചെറുതാക്കി കളയാമെന്ന്. അങ്ങനെ ആക്കാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ്.